ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ശാന്തമായി സംതൃപ്തിയോടുകൂടി ഭക്തർ മലയിറങ്ങി പോകും. അതിനൊരു പല കോണുകളിൽ നിന്നും ഈ വെർച്വൽ ക്യൂ 80,000 ആക്കിക്കൂടി എന്നൊക്കെ പറയുന്ന ചില വാദഗതികൾ വരുന്നു. നമ്മളതിൽ വിചാരിക്കുന്നത് ഈ വെർച്വൽ ക്യൂ 80,000 ആക്കിയാൽ സാധാരണ രീതിയിൽ ഈ വെർച്വൽ ക്യൂവിൽ നിന്നൊരു 10,000, 8,000, 10,000 ആളുകൾ ആക്സിഡന്റ് ആയിരിക്കും. അതായത് ഇപ്പൊ വെർച്വൽ ക്യൂ 80,000 ആക്കി മാറ്റിയാൽ ഏതാണ്ട് ഒരു 70,000 പേര് വരും. പക്ഷെ അപ്പൊ നമുക്ക് 90,000-ൽ ഫോൺ ബുക്കിംഗ് എല്ലാവരും 90,000-ൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഡിസംബർ 30 മുതൽ 31 മുതൽ ജനുവരി 10 വരെയായിരുന്നു ഏറ്റവും വലിയ തിരക്ക്. 1,95,000, 99,000, 96,000 അങ്ങനെയായിരുന്നു അതിൽ. അപ്പൊ ഏതാണ്ട് ഒരു 90,000-ത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം വർഷം ഇവിടുത്തെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ 90,000 പേര് വന്നാൽ ഏതാണ്ട് ശരംകുത്തി വരെ പോകും. അതിനപ്പുറത്തേക്ക് പോയാൽ സ്ഥിതിഗതികൾ മലക്കൂട്ടത്തേക്ക് 90,000-ത്തിനപ്പുറത്തേക്ക് പോയി മലക്കൂട്ടത്തിനപ്പുറത്തേക്ക്. അങ്ങനെയാണ് പോലീസിന്റെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കുള്ള സ്ഥിതിഗതികൾ മനസ്സിലാക്കി, റിപ്പോർട്ടുകൾ മനസ്സിലാക്കി. അങ്ങനെ പോയാൽ മലക്കൂട്ടത്തിനപ്പുറത്തേക്ക് പോകും. പിന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന അപ്പം ഒരു 90,000-ത്തിനകത്ത് നിർത്തുന്ന രീതിയിൽ നമുക്ക് ക്രമീകരിച്ച് കൊണ്ടുപോകണമെന്നുള്ളതാണ് പോലീസ് ടൗൺ മാനേജ്മെന്റ് ഒരാളുള്ള അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അതോറിറ്റി അവരുടെ ഒരു താല്പര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ 70,000 എന്നുള്ളത്. പിന്നെ ഒരു കാര്യം ഒരു ആശങ്കയ്ക്ക് ഇവിടെ ഇല്ലാതെ പറയുന്നു, 70,000 വെർച്വൽ ക്യൂ ആയിക്കോട്ടെ, പക്ഷേ 3 എൻട്രി പോയിന്റുകൾ എന്ന് വെച്ചിട്ടുണ്ട്. വേലിമേട്, എരുമേലി, പമ്പയിൽ 8 കൗണ്ടറുകളുണ്ട്. അവിടെ അത്യാവശ്യം വന്നാൽ ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള പന്തൽ വിളിക്കും. എത്ര പേർ വന്നാലും നമുക്കൊരു ഇപ്പോൾ ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ സ്പോട്ട് ബുക്കിംഗ് വന്നിരിക്കുന്നത്. അതായത് 16,500 താഴെ, 16,000. എത്ര പേർ നമുക്ക് 4-8 തുടർന്നുകൊണ്ട് വന്നാലും അവര് ഒരാൾ തിരിച്ചു പോകുന്നത് പ്രശ്നം ഇരിക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും അതാണ് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു ആധാറിന്റെ കോപ്പി മാത്രം മതി. ആധാറിന്റെ കോപ്പിയുമായി വന്നാൽ 4-8 വരുന്ന ഒരാൾ ഭഗവാനെ കാണാതെ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തിരുവനന്തപുരം ദിവസം കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സംതൃപ്തിയോടുകൂടി ഭക്തജനങ്ങൾ മടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം ഏതാണ്ട് 20-22-ലധികം ചെറുതുവലുതുമായി ഡിപ്പാർട്ട്മെന്റുകളുടെ സംയോജിതമായ പ്രവർത്തനം. ദേവസ്വം ബോർഡിന്റെ മികത്തല്ല, അത് 20-ലധികം ഡിപ്പാർട്ട്മെന്റുകളുടെ സംയോജിതമായ പ്രവർത്തനം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയും മറ്റു വിവിധ വകുപ്പ് മന്ത്രിമാരും അതിലെ ഉദ്യോഗസ്ഥന്മാരും, ചീഫ് സെക്രട്ടറി മുതൽ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർ വരെയുള്ള ഉദ്യോഗസ്ഥരുടെ കൂട്ടായ പ്രവർത്തനം ആണ് ഇതിന്റെ ഈ വിജയത്തിന് പിന്നിലെന്ന് യാതൊരു മടിയുമില്ലാതെ പറയുകയാണ്. അതിന് ഞങ്ങളോട് സഹകരിക്കുന്ന ദേവസ്വം ബോർഡിനോട് സഹകരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരോടും, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുതൽ മന്ത്രിമാർ മുതൽ ഇങ്ങനെയുള്ള എല്ലാവരും താഴെ തട്ടുന്ന ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങളുടെ ദേവസ്വം ബോർഡിന്റെ നന്ദിയും കടപ്പാടും. ഇനി മാളികപ്പുറവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നൊരു പരാമർശമായി. അതിൽ പറയുന്നത് ഈ മാളികപ്പുറത്ത് മഞ്ഞൾ, ഭസ്മം, കുങ്കുമം ഇതൊക്കെ വാരി തീർന്നൊരു കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് പനിനീര് ഉടയുക, തുണി ശ്രീകോവിലിന്റെ മാളികപ്പുറത്ത് ശ്രീകോവിലിന്റെ മുകളിലേക്ക് എറിയുക, തേങ്ങ നാളികേരം ഇങ്ങനെ പ്രശ്നം ഉരുട്ടുക, ഇതെല്ലാം അനാചാരമാണോ എന്ന് പരിശോധിച്ച് തന്ത്രിയുമായി ആലോചിച്ച് കോടതി തീരുമാനമെടുക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ തന്നെ ഫോണിൽ തന്ത്രിയുമായി ബന്ധപ്പെട്ടിരിക്കും. ഇന്ന് രാവിലെ ഔപചാരികമായി ഞങ്ങൾ 3 പേര് തന്ത്രിയുമായി ചർച്ച നടത്തി. തന്ത്രി ഒരു ഇതുമില്ലാതെ ആശങ്കയില്ലാതെ പറയുന്നത് അനാചാരമാണ്. ബഹുമാനപ്പെട്ട തന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് ഇത് നിയന്ത്രിക്കുവാനും നിരോധിക്കുവാനുള്ള ഒരു സമൂഹമായിട്ട് നിരോധിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പൊ ഇത് നിരോധിക്കുമ്പോൾ പ്രശ്നം നമുക്ക് അതിന്റെ ഭാഗമായി എന്തെങ്കിലും ഒരു പിന്നെ എന്താ പറയുക, ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുവാനോ ഒരു ഇതിലേക്ക് പോകാൻ പറ്റില്ല. പരമാവധി അവരോട്
നൽകുവാനും പറഞ്ഞ് മനസ്സിലാക്കുവാനും അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുവാൻ. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ എല്ലാം നല്ല മനോഹരമായ പാത്രങ്ങൾ, ഇവർക്ക് ഈ വിതർന്നതിന് പകരം ഈ ഭസ്മവും കുങ്കുമവും മഞ്ഞൾപ്പൊടിയൊക്കെ വിതറുവാനുള്ള പാത്രങ്ങൾ നിർത്തിയിരിക്കും. അവിടെ നിർത്തി അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് ഗാർഡുമാരായാലും അവിടെയുള്ള ജീവനക്കാരും അവരോട് കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കി ശരിയല്ല, ആചാരമല്ല, ഗവൺമെന്റ് തന്നിട്ട് നിർദ്ദേശമുണ്ട് എന്ന് പറയുവാനുള്ള ക്യാമ്പയിൻ എന്നായിരുന്നു. കൂടാതെ ഞങ്ങൾ കഴിഞ്ഞ ഈ മാസം തുടങ്ങുന്നതിന് സീസൺ തുടങ്ങുന്നതിന് 2 ആഴ്ച മുമ്പ് തന്നെ 5 സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർക്കും ദേവസ്വം വകുപ്പ് മന്ത്രിക്കും PRTക്കും ഞങ്ങൾ ദേവസ്വം ബോർഡിന്റെ കത്തുകൾ അയച്ചിരുന്നു. അത് പമ്പയിലെ വസ്ത്ര നിക്ഷേപവുമായിട്ടായാലും പ്ലാസ്റ്റിക്കിന്റെ ഇതുവഴി പ്ലാസ്റ്റിക് കൊണ്ടുവരുന്നത് എന്നുള്ള അഭ്യർത്ഥനയുമായിട്ടായിരുന്നു. ഇതും കൂടെ വെച്ചിട്ട് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ അവിടുത്തെ ഈ നേരത്തെ പറഞ്ഞ ആളുകളുമായി ചെയ്യും. പിന്നെ നമ്മൾ നോക്കുന്നുണ്ട് അടുത്ത വർഷമൊക്കെ ഇത് അവിടെയുള്ള ഗുരുസ്വാമിമാരെയൊക്കെ മറ്റു സംസ്ഥാനങ്ങളിലുള്ള ഗുരുസ്വാമിമാരെയൊക്കെ അവരുടെ ഇടയിൽ എങ്ങനെ ക്യാമ്പയിൻ നടത്താൻ പറ്റുന്നത് നമ്മൾ ആലോചിക്കും. പ്രധാനമായും ഇത് ചെയ്യുന്നത് കേരളീയരായിട്ടുള്ള ഭക്തരല്ല, ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. കാരണം അവരുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ ചില ആചാരങ്ങളുണ്ട്, അവിടെയുള്ള ചില ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ ചില ആചാരങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം അവരിവിടെയും ഇത് ചെയ്യുന്നത്. എന്തായാലും ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശിക്കുന്നത് അവരുടെ അഭിപ്രായം എന്ന് വായിക്കുന്നു. ഇത് നിയന്ത്രിക്കുവാനും നിരോധിക്കുവാനുമുള്ള അതിനുള്ള പിന്നെ ഞങ്ങൾ കഴിഞ്ഞൊരു ഈ കോവിഡിനൊക്കെ മുമ്പുണ്ടായിരുന്നൊരു പരിപാടിയായിരുന്നു ഈ മകരവിളക്ക് മഹോത്സവമായി അമ്പാസംഗമം പറയുന്ന ഒരു പരിപാടി. നമ്മുടെ ഈ ശബരിമലയുമായി എത്തുന്ന അനുഭൂതി ഭക്തരുണ്ട്, അവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് മറ്റ് സാംസ്കാരിക സാമൂഹിക രംഗത്തെ ഭൗതിക പരിപാടിയായിരുന്നത്. കോവിഡിന് മുമ്പുണ്ടായിരുന്നു, പിന്നെ അതൊന്നും നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ജനുവരി 1st വീക്കോട് ജനുവരി അവസാനം ഈ മകരവിളക്കുമായി ബന്ധപ്പെട്ടാണ് നടത്തുന്നത്. പക്ഷേ മകരവിളക്കിൻ്റെ ഒരു സ്വാഭാവികമായ ഒരു തിരക്ക് വരും. അപ്പോൾ അത് ജനുവരി 1st വീക്കോടുകൂടി